പ്രൈസ് ദി ലോർഡ്. പാതാളത്തിന് 3 കമ്പാർട്ട്മെൻ്റാണ് ഉള്ളത്, അതായത് 3 ഭാഗങ്ങളുണ്ട്. അബ്രഹാമിൻ്റെ മടി അല്ലെങ്കിൽ പർദീസ ലൂക്കോസ് 16:22 നമുക്ക് കാണാൻ കഴിയും. 1-ാം ഭാഗം അഥവാ മുകളിലത്തെ കമ്പാർട്ട്മെൻറ്റ് നീതിമാന്മാരുടെ ആത്മാക്കൾ അധിവസിക്കുന്ന അബ്രഹാമിൻ്റെ മടി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ പർദീസ. അന്ധകാരത്തിന് കീഴെ ഡാട്രസ് യൂത 6. 2-ാം ഭാഗം 2-ാമത്തെ കമ്പാർട്ട്മെൻറ്റ് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് പാതാളം എന്ന് പറയുന്ന സ്ഥലം. അതൊരു അന്ധകാരം പിടിച്ച സ്ഥലമാണ്, അതൊരു കുഴിയാണ്. അത് കുഴിയെന്ന് പറഞ്ഞാൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന തീയുള്ള ഒരു സ്ഥലമാണ് ഈ പാതാളം എന്ന് പറയുന്നത്. യാതനാ സ്ഥലം ലൂക്കോസ് 16:21. അഗാധ കൂപത്തിൻ്റെ മുകളിൽ പാതാളത്തിൻ്റെ 3-ാം ഭാഗം അഥവാ 3-ാം അപ്പാർട്ട്മെൻറ്റ് ആയ യാതനാ സ്ഥലം സ്ഥിതി ചെയ്യുന്നു. അവിടെയാണ് ദുഷ്ടന്മാർ പോകുന്നത്. സങ്കീർത്തനം 9:17. അവിടെ അവർക്ക് തീയും ഗന്ധവും ഉഷ്ണക്കാറ്റും അനുഭവപ്പെടുന്നു. സങ്കീർത്തനം 11:6. അഗാധ കൂപത്തിൻ്റെ തൊട്ടുമുകളിൽ തീയും ഗന്ധവും ഉഷ്ണക്കാറ്റും അനുഭവപ്പെടുന്നു. തൊട്ടുമുകളിൽ ഇത് യാതനാ സ്ഥലം എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ അടിയിൽ അഗാധ കൂപമാണ്. ഭൂമിയുടെ കേന്ദ്രസ്ഥാനമായി അടിത്തട്ടില്ലാത്ത ഗർത്തം. പുതുവാനഭൂമി വെളിപ്പെടുമ്പോൾ ശത്രുവായ സാത്താൻ ഇതിൽ ചെന്ന് ചേരും. സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയാണ് അത് ഒരു ഗർത്തം എന്ന് പറയുന്നത്. യോബിൻ്റെ പുസ്തകം 28:5 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീ എന്നെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നത് തൻ്റെ ആത്മാവിനെ പാതാളത്തിലേക്ക് ഇറക്കി പർദീസ അഥവാ അബ്രഹാമിൻ്റെ മടി എന്ന ഭാഗത്ത് പാർപ്പിക്കും എന്ന വിശ്വാസത്തിലാണ്. സങ്കീർത്തനം 86:13. മാത്രമല്ല, നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും എനിക്ക് അവധി നിശ്ചയിച്ചു എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്നും ഞാനോ പാതാളത്തെ എൻ്റെ പ്രതീക്ഷിക്കുന്നു എന്നും അതിൻ്റെ പ്രത്യാശയുടെ ആസ്ഥാനമെന്നും യോബ് പറയുന്നതും ഈ പർദീസയെ ഉദ്ദേശിച്ചാണ്. യോബ് 14:13, 17:13 ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ ക്രൂശിൽ കിടന്ന കള്ളനോട് ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞത് ഈ സ്ഥലത്തെ പറ്റിയാകുന്നു. എന്നാൽ ഉപദേശപരമായ 2 അഭിപ്രായങ്ങൾ ഇവിടെ പറയപ്പെടുന്നു. ഇത് സംസ്കാരത്തെ സൂചിപ്പിക്കുന്നുവെന്നും യേശു ആത്മസ്വരൂപനായി ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി പാതാളത്തിൻ്റെ പർദീസ ഭാഗത്തു നിന്നും പ്രസംഗിച്ചു. അപ്പോൾ തിരുശരീരം ക്രൂശിൽ കിടക്കുകയോ കല്ലറയിൽ വിശ്രമിക്കുകയോ ആയിരിക്കുമെന്ന ആശയം ഈ 2 ചിന്തകളും പഠന വിഷയമാക്കുന്നത് ചില തിരുവചന ഭാഗങ്ങൾ നന്നായി